അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ അദ്ദാരിയാത്ത് എന്ന് പറയുന്ന സൂറത്തില് 56-ാമത്തെ ആയത്തായിട്ട് അല്ലാഹു തആല പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തിനെയും ജിന്നവർഗത്തിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, ഏത് സമയത്തും നമ്മൾ അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയാവുമോ? നമുക്ക് ജോലിക്ക് പോവണ്ടേ? മറ്റു ജീവിത സാഹചര്യങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? ഏത് സമയത്തും നമ്മൾ അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയാകുമോ? എന്താണ് അള്ളാഹു താല പറഞ്ഞത്? എന്നാൽ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ഓരോ ഹറക്കാത്ത് സക്കനാത്തുകള്, നമ്മുടെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും എങ്ങനെ അള്ളാഹുവിനിക്ക് ഇബാദത്താക്കി മാറ്റാം. അപ്പോഴാണ് അള്ളാഹു താല നമ്മെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചത് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നുള്ളത്. ഓരോ സമയത്തും അവിടുന്ന് പഠിപ്പിച്ചു തന്ന നിയ്യത്തുകള്, അവിടുന്ന് പഠിപ്പിച്ചു തന്ന അദ്കാറുകള്, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മുടെ ഓരോ സെക്കൻഡുകളും, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിനിക്കുള്ള ഇബാദത്താക്കി മാറ്റാൻ കഴിയും. അതിലേക്ക് കൂടുതൽ ഞാൻ കടക്കുകയില്ല. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ശരീരത്തിലുള്ള നഖങ്ങള്, മുടികള് ഒക്കെ നീക്കുക എന്നുള്ളത്. അതിന് ചില സമയങ്ങളും സന്ദർഭങ്ങളും വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മുടികളോ നഖങ്ങളോ നീക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് സുന്നത്തിന്റെ കൂലി ലഭിക്കും. ചില സമയങ്ങളിൽ നമുക്ക് നഖങ്ങളോ മുടികളോ നീക്കാൻ പാടില്ലാത്ത സമയമുണ്ട്, ഹറാമായ സമയമുണ്ട്. ചിലപ്പോ നഖങ്ങൾ മുറിച്ചാൽ വെള്ളപ്പാണ്ട് വരും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ സമയമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നഖം മുറിച്ചിട്ട് കൈകൾ കഴുകാതെ ശരീരം ചൊറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പാണ്ട് രോഗം വരും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നഖം മുറിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നഖം മുറിക്കുമ്പോൾ ഏത് ദിവസത്തിലാണ് മുറിക്കേണ്ടത്, ഏത് സമയത്തിലാണ് മുറിക്കേണ്ടത്, എങ്ങനെയാണ് മുറിക്കേണ്ടത്, എവിടെ നിന്ന് തുടങ്ങിയിട്ട് എവിടെ അവസാനിക്കുന്ന രൂപത്തിലായിരിക്കണം മുറിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ നമുക്ക് നഖം മുറിക്കുന്നതിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പാലിക്കുമ്പോൾ ആ സമയത്തൊക്കെ നമ്മളെ ഇബാദത്തിലായി മാറുകയാണ്. നമുക്ക് സുന്നത്തിന്റെ കൂലികൾ ഇങ്ങനെ കിട്ടുകയാണ്. അതൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മുടെ ചാനൽ കാണാം. എല്ലാവരും കാണാത്ത ആളുകളൊക്കെ ഒന്ന് പോയി കാണുക. എന്നാൽ ഞാനിവിടെ പറയാൻ പോകുന്നത്, ചില ആളുകൾ നഖം മുറിക്കാതെ നഖം നീട്ടി വളർത്തി നടക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ, ഞാൻ എത്ര ക്ലീൻ ആയിട്ടാണ് ഇത് കൊണ്ടു നടക്കുന്നത്, ഇതിനിടയിൽ ചളിയോ ചേറോ ഒന്നും ഇല്ലല്ലോ, പിന്നെന്താ അതിന് കുഴപ്പം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് മുസ്ലിയാർ അവിടുത്തെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ നഖം നീട്ടി വളർത്തുന്ന ആളുകളുടെ നഖത്തിനടിയിൽ ശൈത്താന്മാർ പതിയിരിക്കും, ശൈത്താന്മാർ കുടിയിരിക്കുമെന്ന്. ഏതായാലും ഉസ്താദ് പറഞ്ഞ ആ ഒരു വരി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. മുറിക്കാതെ നഖവും നീണ്ടു നിന്നാലഗ്രമിൽ ശൈത്താനതിൽ പതിയിട്ടിരിക്കും ഭദ്രമിൽ. മാത്രവുമല്ല, ഇങ്ങനെ നഖം നീട്ടി വളർത്തുന്ന ആളുകളുള്ള സ്ഥലത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് എത്ര വലിയ ആലിമീങ്ങളുള്ള സ്ഥലത്താണെങ്കിലും സയ്യിദന്മാരുള്ള സ്ഥലത്താണെങ്കിലും എന്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോലും ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയില്ല എന്നാണ് ചരിത്രം. അത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം. എന്നാൽ നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട, നമ്മുടെ കൽബുകളെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് ഈ അടുത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായ ബഹുമാനപ്പെട്ട ഹാഫിള് മസൂദ് സഖാഫി ഉസ്താദ്, അള്ളാഹു തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. ചിലരൊക്കെ തള്ളവിരലിന്റെ, ചിലരൊക്കെ ചെറുവിരലിന്റെ നഖം ഇങ്ങനെ വളർത്തുന്നു. വിശുദ്ധ ഇസ്ലാം പറയുന്നു, എല്ലാ നഖങ്ങളും ഒരുപോലെ വെട്ടണം, അല്ലെ? നഖം വളർത്തണം, ഒരു നഖം വളർത്തണ്ട. നഖം വളർത്തണ്ടെന്ന് മാത്രമല്ല, നഖം വളർത്തിയ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൂടെ നടന്ന ഒരു സമയത്താണ് ജിബ്രീൽ അലൈഹി സ്വലാം കുറച്ചു കാലം വരാതായത് എന്നാണ് തഫ്സീറിലുള്ളത്. അപ്പൊ എന്തേ ജിബ്രീൽ നിങ്ങൾ കുറെ കാലം വരാതായതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, തങ്ങളെ കൂടെ നഖം മുറിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അത് ഒരു വൃത്തികേടാണ്. ഞാൻ വരുന്നതിന് ഒരു പരിശുദ്ധിയുടെ കുറവുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ എല്ലാ നഖങ്ങളും മുറിക്കണം എന്നാണ് ഇസ്ലാമിന്റെ വിശുദ്ധി. നോക്ക് നിങ്ങൾ, ആ നിയമത്തിന് എത്ര സൗന്ദര്യമുണ്ട്. അപ്പൊ ഉസ്താദ് എന്താണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോലും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയില്ല. കാരണം എന്താ?
അവിടെ നഖം നീട്ടി വളർത്തിയ ആളുകൾ കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അത്രയും ഗൗരവമാണ്. ഒരു കയ്യിന്റെ നഖം മുറിച്ചിട്ട് മറ്റേ കയ്യിന്റെ നഖം മുറിക്കാതിരിക്കൽ പോലും കറാഹത്താണ്. പിന്നെ അല്ലേ നീട്ടി വളർത്തുന്നത്? അല്ലാഹു തആല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. അല്ലാഹു തആല പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.